നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം പിറവത്ത് ഒരു കുടുംബം ഒന്നാകെ, അതായത് അച്ഛൻ, അമ്മ, 2 കുഞ്ഞുങ്ങൾ പിറവത്ത് പുഴയിൽ ചാടി ജീവിതം അവസാനിപ്പിച്ച ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. പൊതുവെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവണം. അതായത് ഒരു നാരായണൻ എന്ന് പറയുന്ന ഒരു യുവാവായിട്ടുള്ള ആളാണ് കുടുംബനാഥൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു അന്ധയാണ്, അവർക്ക് കണ്ണിന് കാഴ്ചയൊന്നുമില്ല. അതുപോലെ 2 കുഞ്ഞുമക്കൾ, ഒരു 7 വയസ്സായ ഒരു പെൺകുഞ്ഞും അതുപോലെ 2 വയസ്സായ ഒരു ആൺകുട്ടിയും. ഈ 4 പേരടങ്ങുന്ന കുടുംബമാണ് പുഴയിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചത്. ആ 4 പേരുടെയും മൃതദേഹം അടുത്ത ദിവസങ്ങളിലായിട്ട് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ കൂടി കണ്ടെടുക്കുകയുണ്ടായി. ഒരു സംഭവം വാർത്താ മാധ്യമങ്ങളിലൂടെ പലരും അറിഞ്ഞിട്ടുണ്ടാവണം. ഇതൊരു 4 പേരായിട്ടുള്ള വെറും സാധുക്കളായിട്ടുള്ളവരായതുകൊണ്ട് അത്ര വലിയൊരു പ്രാധാന്യമൊന്നും ആരും കൊടുത്തിരുന്നില്ല. പക്ഷേ നീതിബോധമുള്ള പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കിയ, അങ്ങേയറ്റം കഠിനമായ ഹൃദയവേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതായത് അവരുടെ ഒരു അവസ്ഥ, അവർക്ക് കിടപ്പിടമില്ല, വാടകയ്ക്ക് കിടന്ന വീട്ടിൽ നിന്നും വാടക കൊടുക്കാൻ മാർഗമില്ലാതെ ഇറങ്ങിപ്പോകേണ്ടതോ അല്ലെങ്കിൽ ഇറക്കി വിട്ടതോ ആയ സാഹചര്യം. അതിനുശേഷം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവർ അഭയം തേടിയതും പോലീസുകാർ വേണ്ട രീതിയിൽ സഹായിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ശരി, സംഭവിച്ചത് ഇവർക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ആ അവസാന നിമിഷത്തിൽ പോലും അവിടെ CCTVയിൽ കാണിക്കുന്നതാണ്. അതായത് ഒരു രാത്രി സമയത്ത് ഒരു ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ ആ മൂത്ത കുട്ടിയുടെ തുള്ളിച്ചാട്ടം, അതായത് ആ ഫുഡ് കഴിക്കാൻ കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കറിയാമല്ലോ. ഈ വളരെ ദാരിദ്ര്യം അല്ലെങ്കിൽ അതികഠിനമായ വിശപ്പിൻ്റെ ആധിക്യത്തിൽ, ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ എന്നവണ്ണം ഒരു ഹോട്ടലിലേക്കൊക്കെ കുട്ടികളെയും കൊണ്ട് ചെല്ലുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതുതന്നെയാണ് ആ മൂത്ത കുട്ടിയിൽ നിന്ന് പോലും കൂടെ ആ കുട്ടിയുടെ ചലനങ്ങളിൽ നിന്നും ആ തുള്ളിച്ചാട്ടത്തിൽ നിന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ അതൊരു അന്ത്യത്താഴം ആയിരുന്നു എന്നുള്ളത് ആ കുഞ്ഞു പോലും അറിയുന്നില്ല. ഒരു അതിൻ്റെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നിരിക്കണമല്ലോ, സ്വാഭാവികമായിട്ടും അറിയാമായിരുന്നു എന്നല്ല, അറിഞ്ഞിരുന്നു. കാരണം അവർ ആ ഫുഡ് വാങ്ങിക്കൊടുത്തോണ്ട് അതിനുശേഷം അവരവിടെ പിറവത്തുള്ള 1-2 പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിട്ടൊക്കെ കാണും. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഞങ്ങൾക്ക് പൊതുവെ പറയാനുള്ളത്, അതായത് ഇത് കേൾക്കുന്നവർക്കൊക്കെ പറയാനുള്ളത്, ആ ഫുഡ് കഴിച്ചതിന് ശേഷം പോലും കൂടെ അവരുടെ കയ്യിൽ എന്തെങ്കിലും ചില്ലറ തുട്ടുകളോ നാണയത്തൊട്ടുകളോ ഉണ്ടെങ്കിൽ പോലും, ഉണ്ടെന്ന് നമുക്കറിയില്ല, ഉണ്ടെങ്കിൽ പോലും അത് മിക്കവാറും കൊണ്ട് ആ പള്ളിയുടെ ഭണ്ഡാരക്കുറ്റിയിലിടാനാണ് സാധ്യത. കാരണം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട്, കാരണം മരിക്കാൻ പോകുന്നവർക്ക് പിന്നെ അത് കയ്യിൽ ആവശ്യമില്ല, സ്വാഭാവികമായിട്ട് അവിടെ കൊണ്ടിടും. നമുക്കറിയാം, ഇന്ന് ഓരോ ആരാധനാലയങ്ങളിലെ ആസ്തി ഈ പാവങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ്, ഈ സ്വർഗത്തിൻ്റെ പേരും പറഞ്ഞ്, ഈ സ്തോത്രക്കാഴ്ചയുടെ പേരും പറഞ്ഞ്, ഈ ദശാംശത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടൊക്കെ വാങ്ങിക്കൂട്ടുന്ന കോടാനുകോടികൾ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിരിക്കുന്ന എല്ലാ മത നേതാക്കന്മാരുടെയും കയ്യിലും മതസ്ഥാപനങ്ങളുടെ കയ്യിലുമുണ്ട്. എന്നിട്ടും തികയുന്നില്ല. ഇനിയും വേണം. ശരിക്കും പറഞ്ഞാൽ ഏത് ദൈവത്തിനാണ് പണം വേണ്ടത്? ഏത് സ്വർഗത്തിനാണ് പണം വേണ്ടത്? ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ പിന്നെ ആ ദൈവത്തിന് പിന്നെ എന്തിനാണ് പണം? അല്ലെ ആ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെ ദൈവത്തിൻ്റെ കൂലി വാങ്ങേണ്ടതുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഈ തട്ടിപ്പുകാരെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അല്ലേ യഥാർത്ഥ തട്ടിപ്പുകാർ. ഈ 4 പേരുടെ ആ മരണത്തിന് ഉത്തരവാദികളാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? പൊതുവെ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് നമുക്ക് പറയാം. പൊതുസമൂഹം എല്ലാവരും ഉത്തരവാദികളാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിന് ഉത്തരവാദിത്തപ്പെടുത്തുന്നൊരു സംവിധാനമുണ്ട്. അതിനാണ് ഇവിടെ ഭരണ നിയമ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കൂടെ അവർ ഇലക്ഷന് എത്രമാത്രം ആർമാദിച്ച് രാവും പകലും ഇല്ലാതെ കിടന്നുകൊണ്ട് ഇലക്ഷൻ പ്രചരണം നടത്തിയാണല്ലോ ജയിക്കുന്നത്, അല്ലേ? എല്ലാവരുടെ വോട്ട് പിടിക്കും. ഇപ്പം ഈ പറഞ്ഞ ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്ന ആ നാരായണൻ്റെ ആ അന്ധയായ വിധവയായ ഭാര്യയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? ഇനിയിപ്പം അന്ധയായ വിധവയുടെ വോട്ട് വാങ്ങിയില്ലെങ്കിൽ നാരായണൻ്റെങ്കിലും വോട്ട് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ വോട്ട് വാങ്ങി ജയിക്കുന്ന ആ ഒരു ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും ആ സത്യപ്രതിജ്ഞയ്ക്ക് ചെല്ലുമ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു സന്തോഷം, അല്ലേ?
ജയിച്ച് കയറി വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ ചെല്ലുന്നൊരു വാചകമുണ്ടല്ലോ, ആ ചുമ്മാ ഒരു ഭംഗിക്ക് ചൊല്ലിക്കുന്നതല്ലാതെ അതിനകത്ത് എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയെ തൊട്ടാണ് നിങ്ങൾ സത്യം ചെയ്യുന്നത് അല്ലേ? ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയാണെങ്കിലും ഒരേ സത്യവാചകം തന്നെയാണ് ചൊല്ലുന്നത്. അതിനകത്ത് പറയുന്ന വാചകം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് നീതിയും കൂറും പുലർത്തുമെന്നാണ് പറയുന്നത്. എന്താണ് ഭരണഘടന എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇവർക്കൊക്കെ ജീവിക്കാനുള്ള അവകാശം പൗരാവകാശമാണ്. അത് നിഷേധിക്കപ്പെട്ടതിൻ്റെ കാരണക്കാരിൽ പ്രധാനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ എന്ന് പറയുന്നത്, കാടടച്ചു വെടിവെക്കുന്നവർ പൊതുസമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണ നിയമ സംവിധാനങ്ങളാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ ഉന്നത നീതിപീഠങ്ങളെപ്പോലും സമീപിച്ച് പല പല ഹർജികളും വരെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പം ഇതിൽ ഈ ഒരു വിഷയത്തിൽ തന്നെ ഇപ്പോൾ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നുള്ള അവർക്കറിയായിരുന്നു. ആ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ കൊലപ്പെടുത്തുകയല്ലേ ചെയ്തിരിക്കുന്നത്. ആ കുട്ടികൾക്ക് അറിയില്ലല്ലോ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന്. കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള മാനസിക പക്വതയും വന്നിട്ടില്ല. അവരെ കൊലപ്പെടുത്തുകയല്ലേ ശരിക്കും പറഞ്ഞ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആരാണ് ഉത്തരവാദി? ഈ അച്ഛനും അമ്മയും മാത്രമാണോ? അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഇവിടുത്തെ ബാലാവകാശ കമ്മീഷനൊക്കെ ഞങ്ങൾ രേഖാമൂലം പരാതി വരെ കൊടുത്തിരുന്നു. ഈ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കുട്ടികളെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് കൊലപാതക കുറ്റമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ആ കുട്ടികളെ കൊല്ലുന്നതിനകത്ത് ആരൊക്കെ ഉത്തരവാദികളായിട്ടുണ്ട്? മാതാപിതാക്കളാണ് കൊണ്ട് കൊലപ്പെടുത്തിയതെങ്കിൽ അവർ മാത്രമാണോ അതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ളത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അന്വേഷണം കംപ്ലീറ്റ് പൂർത്തീകരിച്ച് ആ കുട്ടികളെ കൊലപ്പെടുത്തിക്കൊണ്ട് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തവർ മാത്രമാണ് കുട്ടികളുടെ കൊലപാതകത്തിന് ഉത്തരവാദികൾ എന്നുള്ള റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത് ആ കേസ് പര്യവസാനിപ്പിക്കണം. പക്ഷേ അത് അവർ മാത്രമാണോ എന്നുള്ളത് അവിടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ ഈ കുട്ടികളെ കൂടി കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് അത് കൊലക്കേസായിട്ട് തന്നെ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് സെപ്പറേറ്റായിട്ട് അത് അന്വേഷിച്ച് അതിൻ്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പല ഹർജികൾ കൊടുത്തിട്ടുണ്ട്. അതിന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് 2025 ഫെബ്രുവരി മാസം 28-ാം തീയതി ഏറ്റുമാനൂർ വെച്ച് വെളുപ്പിന് ഒരു പാഞ്ഞു വന്ന ട്രെയിനിൻ്റെ മുന്നിൽ ഈ തൊടുപുഴ ചുങ്കത്തുള്ള ഷൈനിയും ആ ഷൈനിയുടെ 2 കുട്ടികൾ അലീന, ഇവാന എന്ന് പറയുന്ന 11 വയസ്സും 10 വയസ്സും ഉള്ള 2 പെൺകുട്ടികളുമായിട്ട് ഷൈനി എന്ന് പറയുന്ന ഒരു നേഴ്സ്, തൊടുപുഴ ചുങ്കംകാരിയാണ്, ചുങ്കച്ചേരിയിൽ കുടുംബത്തിൽപ്പെട്ട നോബിയുടെ ഭാര്യ ഷൈനിയും 2 കുട്ടികളും പാഞ്ഞു വന്ന ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഒരു സംഭവം. അതുപോലെ തന്നെ ഏറ്റുമാനൂർ നീറിക്കാട് തൊണ്ണമ്മാക്കൽ ജിമ്മിയുടെ ഭാര്യ, ഏറ്റുമാനൂർ നീറിക്കാട് തൊണ്ണമ്മാക്കൽ ജിമ്മിയുടെ ഭാര്യ ഒരു അഡ്വക്കേറ്റാണ്. അവർ പാലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. എറണാകുളം ഹൈക്കോടതിയിലും ഇടയ്ക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ജിസ്മോളും അതിൻ്റെ 2 കുഞ്ഞുങ്ങൾ നേഹ, നോറ എന്ന് പറയുന്ന 2 കുഞ്ഞുമക്കളുമായിട്ട് മീനച്ചിലാറ്റിൽ പുഴയിൽ ജീവിതം അവസാനിപ്പിച്ചതായിട്ട് വന്ന ഒരു സംഭവം. അത് 2028 ഏപ്രിൽ 15-നാണ്. ഇത് 2 അടുത്തടുത്തുണ്ടായ സംഭവങ്ങളാണ്. അത് ഈ അഡ്വക്കേറ്റ് ജിസ്മോളിലെ കുഞ്ഞുങ്ങളുടെയും മരണം അത് കൊലപാതകമാണെന്നുള്ള ഒരു സംശയവും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചതായിട്ട് ഇതുവരെ അറിവില്ല. എന്താണെങ്കിലും അതിൻ്റെ ആ കാര്യത്തിലാണെങ്കിൽ പോലും ആ കുട്ടികളെ സംബന്ധിച്ച് കൊലപ്പെടുത്തുകയല്ലേ ചെയ്തിരിക്കുന്നത്. അക്കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ 2 വിഷയങ്ങൾ, അതായത് ഷൈനിയുടെ 2 കുഞ്ഞുങ്ങളും അതുപോലെ അഡ്വക്കേറ്റ് ജിസ്മോളുടെ 2 കുഞ്ഞുങ്ങളും, അങ്ങനെ 4 കുട്ടികളെ കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊലപ്പെടുത്തിയതിനകത്ത് ഈ ഉത്തരവാദികളായിട്ട് ഈ അമ്മമാർ മാത്രമാണോ? അമ്മമാർ ആത്മഹത്യ ചെയ്തു എന്നുള്ള സത്യമായിരിക്കാം, അല്ലെ
ഈ പിന്നെ ചില അമ്മ, അതായത് ഇപ്പോൾ അഡ്വക്കേറ്റ് ജിസ്മോളുടെ ആ ഒരു മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോൾ, കൊലപാതകം ഇനി അല്ല ആത്മഹത്യ തന്നെയാണെങ്കിൽ പോലും ആ കുട്ടികളെ കൊലപ്പെടുത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് കുറ്റക്കാർ, ഉത്തരവാദികൾ? ആ അമ്മ മാത്രമാണോ? കാരണം നമുക്കറിയാവുന്ന ആ രണ്ട് സംഭവവും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപെട്ട് ഒരു വ്യക്തികൾ കൂടി ആയതുകൊണ്ടാണ് അതിനകത്ത് പറയുന്നത്. ഈ ഷൈനയുടെ ആണെങ്കിൽ പോലും കൂടെ ആ ഷൈനയുടെ ഭർത്താവും അതുപോലെ തന്നെ ആ അലീന ഇവാനയുടെ പിതാവുമായിട്ടുള്ള ഈ ചേരിയിൽ ചുങ്കം, തൊടുപുഴ ചുങ്കം ചേരിയിൽ കുടുംബത്തിലെ നോബി എന്ന് പറയുന്ന ഒരു കൊടും ക്രൂരൻ, അവൻ്റെ അതിനികൃഷ്ടമായൊരു പ്രവൃത്തി. പിന്നെ അതിനേക്കാൾ ഉപരി അവൻ്റെ ഒരു ചേട്ടനുണ്ട്, ഒരു കത്തോലിക്ക സഭയുടെ ഒരു പുരോഹിത വേഷം ധരിച്ച, പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ ബൈബിൾ ഭാഷയിൽ പറഞ്ഞ് ആട്ടിൻതോലണിഞ്ഞ ചെന്നായായ ഒരു ബോബി ചേരിയിൽ എന്ന് പറയുന്ന ഒരു കള്ള പുരോഹിതനും അവരുടെ അതിക്രൂരമായ പീഡനത്തിൻ്റെ ഫലമായിട്ടാണ് ആ ഷൈനി രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ചത്. അത് 2025 ഫെബ്രുവരി 28. അതിൻ്റെ തൊട്ടടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 15-നാണ്, 2025 ഏപ്രിൽ 15-നാണ് ഈ ഏറ്റുമാനൂർ തന്നെ നീറിക്കാടുള്ള ഈ തൊണ്ണമ്മേക്കൽ ജിമ്മിയുടെ ഭാര്യയായിരുന്ന ഈ അഡ്വക്കേറ്റ് ജിസ്മോളും രണ്ട് കുഞ്ഞുങ്ങളുടെയും മൃതദേഹം മീനച്ചിലാറ്റിൽ കണ്ടെത്തിയ സംഭവം. അപ്പോൾ ഇവിടെയെല്ലാം ആ രണ്ട് കുഞ്ഞുങ്ങളെ ആത്മഹത്യയല്ല, അവർ കൊലപാതകമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ ഷൈനയുടെ രണ്ട് കുഞ്ഞുങ്ങൾ, അങ്ങനെ 4 കുഞ്ഞുങ്ങളുള്ള കൊലപാതകം. അത് ഞങ്ങളൊരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ ഇടയ്ക്കൊക്കെ ഈ ഹർജി കൊടുത്തിരുന്നത്. ആ ഹർജിയൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. സർക്കാരിൻ്റെ പരിഗണനയില്ല, സർക്കാരിനാണ് കൊടുത്തിരുന്നത്, കോടതിയിലേക്കല്ല. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളീ പറഞ്ഞ ഈ ഒരു സംഭവം. കാരണം ഈ പിറവത്ത് ഈ ഒരു 4-അംഗ കുടുംബം ജീവിതം അവസാനിപ്പിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ അതുപോലെ തന്നെ ഇവിടുത്തെ MLA, ഇവിടുത്തെ മന്ത്രി, ഇവിടുത്തെ MP, ഇവിടുത്തെ മുഖ്യമന്ത്രി, മന്ത്രിസഭ, ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം. ഇവരൊക്കെ തന്നെ അതിന് കുറ്റക്കാർ തന്നെയാണ്. അത് എന്തെങ്കിലും പറഞ്ഞങ്ങോട്ട് ഒഴിവായിട്ട് കാര്യമില്ല. എല്ലായിടത്തും മന്ത്രിക്ക് പോകാൻ പറ്റുമോ, MLAക്ക് പോകാൻ പറ്റുമോ? ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ആ വാർഡിലുള്ള കാര്യങ്ങൾ അറിയില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒരു പഞ്ചായത്ത് മെമ്പർ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളപ്പോൾ അത് പൊതുസമൂഹത്തിനെ അറിയിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവിടെ ഇടപെടേണ്ടവരെ ഇടപെടുത്തിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതല്ലേ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അത് ഒരു പഞ്ചായത്ത് മെമ്പർക്കിനെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ അത് പ്രസിഡന്റിനെ ബന്ധപ്പെടുത്തണം. പ്രസിഡന്റിനെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള MLAമാരെയോ MP മാരെയോ സർക്കാരിനെയോ മുഖ്യമന്ത്രിനെയോ, ഇനി അതും അല്ലെങ്കിൽ പ്രധാനമന്ത്രിനെ. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഡൽഹി മാത്രം ഭരിക്കുന്നതല്ലല്ലോ, ഈ രാജ്യത്തിൻ്റെ കൂടി പ്രധാനമന്ത്രി. ഈ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോതമംഗലം ഉൾപ്പെടുന്ന ഭാഗമാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇവിടെ ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ കുറേ വാർത്താ പ്രാധാന്യം ഉണ്ടാവുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ട് മാത്രം കാര്യമുണ്ടോ? അതിനു മുമ്പല്ലേ, ഒരു രോഗം വരുന്നതിന് മുമ്പ് രോഗം വരാതെ നോക്കുക എന്ന് പറയുന്ന കാര്യം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് കാര്യത്തിനകത്ത് ഇവിടെ ആരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ആകെപ്പാടെ കോതമംഗലം SHO ങ്ങളുടെ 1-2 വീഡിയോസ് കണ്ടു. അവർ ആത്മാർത്ഥമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിപ്പോൾ ഈ പ്രശ്നം വന്നതിന് ശേഷം അതൊരു പറഞ്ഞൊഴിവാകൽ പോലെയാണ് പൊതുവെ ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. കാരണം അങ്ങനെ ആത്മാർത്ഥമായിട്ടൊക്കെ ഇടപെട്ടിരുന്നുവെങ്കിൽ അത് എന്തുകൊണ്ട് പിന്നെ അതങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യത്തിനും കൂടെ അവിടെ ഉത്തരം നൽകേണ്ടതുണ്ട്. പിന്നെ എന്തുവാട്ടെ, നമ്മൾക്ക് ഇപ്പോൾ അവരുടെ പരിമിതികൾ നമുക്കറിയാം. പക്ഷേ ഇവിടെ ആരും അതിനകത്ത് ഉത്തരവാദിത്വം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഈ അവസാന ഈ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരം വിഷയങ്ങളിനകത്തൊക്കെ കുറച്ച് ആത്മാർത്ഥമായിട്ട് ഇടപെടേണ്ടതുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിനകത്തൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ശരി, ഇവിടെ പൊതുബോധത്തിൽ നിന്നുകൊണ്ട്, നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടൊക്കെ ഞങ്ങളെ ഇടപെട്ട സംഭവങ്ങൾ വരെയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തിടെ ഇടപെട്ട ഇതേ ഒരു അവസ്ഥയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അത് ഞങ്ങൾ കോടതിയിൽ പോലും ഞങ്ങൾ ആ വിഷയം ഞങ്ങൾക്ക് രേഖാമൂലം എഴുതി കൊടുക്കേണ്ട സാഹചര്യം വന്നു. കാരണം ഒരു കുടുംബം ഇതേ അവസ്ഥയിലേക്ക്, ഒരു 3 മക്കൾ, കൊള്ളാവുന്ന നല്ല കുട്ടികൾ, നല്ല രീതിയിൽ പഠിക്കുന്ന നല്ലൊരു 3 കുട്ടികളും അമ്മയും ജീവിതം അവസാനിപ്പിക്കേണ്ട
ലാസ്റ്റ് സ്റ്റേജിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ അതിനകത്ത് ഇടപെടുകയും അത് പൊതുസമൂഹത്തിനെ അറിയിക്കുകയും അതിനകത്ത് ഉത്തരവാദിയായിട്ടുള്ള, അതായത് ആ കുട്ടികളുടെ പിതാവ് അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഭർത്താവുമായിട്ടുള്ള അയാൾ അത്യാവശ്യം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്, അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള വ്യക്തിയാണ്. പക്ഷേ അയാൾ വേറെ മറ്റു പല പെണ്ണുങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൂത്താടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് പൊതുസമൂഹത്തിനെ അറിയിക്കുകയും അവരെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ആ ഒരു പരിധി വരെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചു. അതുകൊണ്ടാണ് അവരുടെ പേരുകൾ ഞങ്ങളിവിടെ പരാമർശിക്കാത്തത്. എന്താണെങ്കിലും അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നു. പക്ഷേ എങ്കിൽ പോലും കൂടെ അതിനകത്ത് ഈ പ്രതിസ്ഥാനത്തേക്ക് വരേണ്ടുന്ന വ്യക്തി, അതായത് ഈ കുട്ടികളുടെ അപ്പൻ, ആ സ്ത്രീയുടെ ഭർത്താവ്, ഏകദേശം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കേട്ടെടുത്തെങ്കിൽ അന്നത്തെ കാലത്ത് ഇപ്പോൾ സ്ത്രീധനം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അവരുടെ കുടുംബ വിഹിതമായിട്ട് നൽകിയിരിക്കുന്നതിനന്ന് 100 പവൻ സ്വർണ്ണമൊക്കെ മേടിച്ച് കല്യാണം കഴിച്ച വ്യക്തിയാണ്. വലിയ അറിയപ്പെടുന്ന ഡോക്ടർ എന്നൊക്കെ ആയിരുന്നു പ്രചാരണം. പക്ഷേ അത് ഈ സംഭവമൊക്കെ ഫ്ലാഷായി കഴിഞ്ഞപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റുകളൊക്കെ പലതും വ്യാജമായിട്ട് വ്യാജ ഡോക്ടർ എന്നുള്ള രീതിയിലൊക്കെ വന്നിരിക്കുന്നു. അതിന് പിന്നെ അത് പരാതികളൊക്കെ പോയിരിക്കുന്നു. വ്യാജ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദന്തൽ ഡോക്ടറാണ് കേട്ടോ, ദന്തൽ വ്യാജ MDS ഡെൻ്റൽ സർജൻ, അങ്ങനെയാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് ഇപ്പം ഡിപ്പാർട്ട്മെൻ്റ് തല അന്വേഷണങ്ങളും ഏതാണ്ട് 3 ഏജൻസികൾ അന്വേഷിക്കുന്നതായിട്ടാണ് വിവരണങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും അയാൾ ഈ പറഞ്ഞ മാതിരി തന്നെ അയാളുടെ സ്വന്തം ഭാര്യനെ, കുടുംബത്തിനെ, അതായത് മക്കളെ വരെ, അതും ഇതേ അവസ്ഥയിൽ ഏകദേശം ഇവരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഏതെല്ലാം രീതിയിൽ നോക്കുമോ അവരെ മാനസികമായിട്ട് ക്രൂശിച്ച് അങ്ങേയറ്റത്ത് കൊണ്ട് എത്തി നിന്ന സാഹചര്യത്തിലാണ് ഇത് പെട്ടെന്ന് കുട്ടികൾ തന്നെ പുറത്തൊക്കെ ഉള്ള അവരുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉള്ള സ്കൂളുകളിലും അങ്ങനെ 1-2 ഈ വിഷയങ്ങൾ സൂചിപ്പിക്കുകയും തങ്ങളെ ഏത് നിമിഷവും ഇല്ലാതാക്കപ്പെടുന്നുള്ളൊരു സൂചന കിട്ടിയ മുറയ്ക്ക് ഞങ്ങൾ, അതായത് ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള, അവിടെ നേരിട്ട് ചെന്ന് അവരെ അപ്പം തന്നെ ഇൻ്റർവ്യൂ ചെയ്യുകയും അത് പൊതുസമൂഹത്തിനെ അറിയിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു വലിയൊരു പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായിട്ടൊരു എതിർപ്പും അതുപോലെ ഇവർക്കൊരു സപ്പോർട്ടും ഈ അമ്മയ്ക്കും കുട്ടികൾക്കും ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഏതായാലും അവരിപ്പം അങ്ങനെ നിൽക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ, ആ അവസാന ലാപ്പിൽ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആരെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് എന്ന് നമ്മൾ പറയുന്നില്ലേ, ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറഞ്ഞതുപോലെ അവർക്കൊരു കൈ കൊടുക്കാനുണ്ടാവുക, അതാണ് രക്ഷ എന്ന് പറയുന്നത്. ആ രക്ഷയ്ക്കാണ് പ്രാധാന്യം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറേ വാർത്തകൾ നൽകി അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ ഭയങ്കരമായിട്ട് അതിനെ ഹൈപ്പ് ചെയ്തുകൊണ്ട് ഒരു പ്രചരണം നടത്തി, അയ്യോ അതങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കുറ്റകരം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അല്ലാതെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഈ ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, കുന്തം കുടച്ചക്രം ആണെന്നൊക്കെ ചോദിച്ചൊരു മന്ത്രി. അതൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തുള്ള രാജ്യങ്ങളിൽ ഏറ്റവും വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഭരണഘടന തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. ആരെത്ര വിമർശിച്ചു കഴിഞ്ഞാലും ശരി, ഏറ്റവും വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഭരണഘടന തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന.